ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാനേജ്മെൻറ്റ് ഒരു സയൻസാണ്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ആർട്ടാണ്, പ്രൊഫഷനാണ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾ എത്രമാത്രം ശരിയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ള കാര്യങ്ങളാണ്. ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് താഴെ നൽകണം. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഈ വീഡിയോക്കകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. നമ്മളതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ആസ് എ സയൻസ്, മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ട്, മാനേജ്മെൻറ്റ് ആർട്ട് ആൻഡ് സയൻസ്, മാനേജ്മെൻറ്റ് ആസ് പ്രൊഫഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലാദ്യം മാനേജ്മെൻറ്റ് ആസ് എ സയൻസ് എന്നുള്ളത് എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് സയൻസ് എന്താണെന്ന് നോക്കാം. സയൻസ് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ ഫീച്ചർ മാനേജ്മെൻറ്റിന് ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും മാനേജ്മെൻറ്റ് ഒരു സയൻസ് ആണോ എന്ന്, അല്ലേ? അതുകൊണ്ട് സയൻസ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ടൊന്ന് നോക്കാം. സയൻസ് ഈസ് ഡിഫൈൻഡ് ആസ് എ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ, എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് ഇൻ്റലിജൻറ്റ് സ്പെക്കുലേഷൻ. ഒബ്സർവേഷനിലൂടെ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് നാൾ ഒബ്സർവ് ചെയ്തതിൻ്റെ, നിരീക്ഷിച്ചതിൻ്റെയും പരീക്ഷണം നടത്തിയതിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ, അല്ലെ, ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു അനുമാനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജാണ് സയൻസ് എന്ന് പറയുന്നത്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് വേരിയബിൾസ്. രണ്ടോ അതിൽ കൂടുതലോ വേരിയബിൾസിൻ്റെ ഇടയിലുള്ള ബന്ധം, അതിൻ്റെ കാര്യകാരണം എന്താണ്, കാര്യകാരണ ബന്ധം എന്താണെന്നുള്ളതൊക്കെ ഇതിന് സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. വി ക്യാൻ വെരിഫൈ ദ ഓതൻറ്റിസിറ്റി ഓഫ് നോളജ് അക്വയർഡ്. ഇങ്ങനെ കിട്ടിയ ഒരു അറിവിൻ്റെ ഓതൻറ്റിസിറ്റി, ആധികാരികത എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് വെരിഫൈ ചെയ്യാനും അനലൈസ് ചെയ്തെടുക്കാനൊക്കെ നമുക്ക് സാധിക്കും. ഇറ്റ് കംപ്രൈസസ് ബേസിക് പ്രിൻസിപ്പിൾസ് അപ്ലിക്കബിൾ യൂണിവേഴ്സലി ആൻഡ് ക്യാപ്പബിൾ ഓഫ് യൂസ് ഫോർ പ്രഡിക്റ്റീവ് പർപ്പസ്. യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആയിട്ടുള്ള, ലോകത്തെ എല്ലായിടത്തും എല്ലാ മേഖലയിലും നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള കുറേ ബേസിക് പ്രിൻസിപ്പിൾസ് സയൻസിനകത്ത് വരുന്നുണ്ട്. അത് നമുക്ക് പ്രഡിക്റ്റീവ് പർപ്പസിന്, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒരു അനുമാനത്തിലെത്തുന്നതിന്, ഒരു പ്രഡിക്ഷൻ നടത്തുന്നതിനൊക്കെ അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനൊക്കെ കപ്പാസിറ്റി ഉള്ളതാണ് ഈ പറയുന്ന പ്രിൻസിപ്പിൾസ്. മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സയൻസിൽ പറഞ്ഞിരിക്കുന്ന ഈ സ്വഭാവവിശേഷങ്ങളൊക്കെ ഏറെക്കുറെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മാനേജ്മെൻറ്റിനെ സയൻസ് എന്ന് പറയാൻ കാരണം. അപ്പോൾ നോക്കാം, മാനേജ്മെൻറ്റ് സാറ്റിസ്ഫൈസ് ദ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സയൻസ്. സയൻസിൻ്റെ ആ ഒരു ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹാസ് എ സിസ്റ്റമൈസ്ഡ് ആൻഡ് ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളജ്. മാനേജ്മെൻറ്റിന് വളരെ കൃത്യമായിട്ടുള്ള സിസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട്. നമുക്കറിയാം, നമ്മൾ കൃത്യമായിട്ട് ഇന്ന ഏരിയയിലായിട്ട് നമ്മളതിനെ പഠിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ് അതിനകത്ത് ഉണ്ട്. മാനേജ്മെൻറ്റ് ആ സർട്ടൺ പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ, എൻട്രി ഫയോളിൻ്റെയൊക്കെ പ്രിൻസിപ്പിൾസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. വിച്ച് ഹാവ് ബീൻ ഇവോൾവ്ഡ് ത്രൂ ഒബ്സർവേഷൻ, എക്സ്പെരിമെൻറ്റേഷൻ, എക്സ്പീരിയൻസ് ആൻഡ് ഇൻഫറൻസസ്. ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് ഒക്കെ വെറുതെ എന്തെങ്കിലും കുറച്ച് പ്രിൻസിപ്പിൾസ് തട്ടിക്കൂട്ടി വെച്ചതാണോ? അല്ല. ഒരുപാട് നാളത്തെ ഒബ്സർവേഷനിലൂടെ, നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ, അനുഭവ സമ്പത്തിലൂടെ, അനുമാനത്തിലൂടെയൊക്കെയാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, ഈ പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഹെൻറി ഫയോള അവരൊക്കെ എന്ന് പറയുമ്പോൾ ഒരിടത്ത് ഇരുന്ന് ഒരു കഥ എഴുതുന്ന പോലെ എഴുതി വെച്ചതല്ല ഈ പ്രിൻസിപ്പിൾസ്. അവരൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്ത് അവിടെ അവരുടെ എംപ്ലോയീസിൻ്റെ ഇടയിൽ പരീക്ഷിച്ച് നിരീക്ഷിച്ച് കണ്ടെത്തിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് FW ടൈലറൊക്കെ കുറേ പ്രിൻസിപ്പിൾസും മറ്റും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒത്തിരി നിരീക്ഷണ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസും ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ഓൾ കൈൻഡ് ഓഫ് ഹ്യൂമൺ ആക്ടിവിറ്റീസ്. എല്ലാ തരത്തിലുള്ള ഹ്യൂമൺ ആക്ടിവിറ്റീസിനും ഇത് നമുക്ക് അപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് തന്നെ ലോകത്തെ എല്ലായിടത്തും ഹ്യൂമൻ ബീയിങ്സിനെ ഡീൽ ചെയ്യുന്നിടത്തൊക്കെ നമുക്ക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇറ്റ് ക്യാൻ ഓൾസോ ബി അപ്ലൈഡ് ആസ് എ ജനറൽ ഗൈഡ് ഫോർ സോൾവിങ് സ്പെസിഫിക് മാനേജീരിയൽ പ്രോബ്ലംസ്. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മാനേജീരിയൽ പ്രോബ്ലംസ്, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള മാനേജീരിയൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജനറൽ ഗൈഡായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കറിയാം, ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുമ്പം, അല്ലേ, ഡിഫറെൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓരോരുത്തരും വളരെ പുതിയ രൂപത്തിലുള്ള സ്വഭാവവിശേഷങ്ങളൊക്കെ ഓരോ ദിവസവും അവർ കാണിച്ചു എന്ന് വരാം. പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് വരാം. അപ്പം അങ്ങനെ വളരെ റയറായിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും പൊതുവായിട്ട് ഹ്യൂമൻ ബീയിങ്സിനെ ഡീൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന, ഒരു ഓർഗനൈസേഷൻ ഡീൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാൻ ഈ പറയുന്ന മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു നിലയ്ക്കൊക്കെ
നമുക്ക് മാനേജ്മെൻറ്റിനെ നമുക്കൊരു സയൻസ് ആണെന്ന് പറയാം. മാനേജ്മെൻറ്റ് ഈസ് നോട്ട് ആൻ എക്സാക്ട് ഓർ അക്യുറേറ്റ് സയൻസ് ലൈക്ക് ഫിസിക്സ്, കെമിസ്ട്രി എക്സെട്ര. ഫിസിക്സ്, കെമിസ്ട്രി പോലെ വളരെ എക്സാക്റ്റ് ആയിട്ടുള്ള, അക്യുറേറ്റ് ആയിട്ടുള്ള, പ്യുവർ ആയിട്ടുള്ള സയൻസ് ഒന്നും അല്ല മാനേജ്മെൻറ്റ്. The main reason of inactness of science of management is that it deals with human beings. അങ്ങനെ അക്യുറേറ്റ് ആവാതിരിക്കാനുള്ള കാരണം എന്താണ്? ഇത് ഹ്യൂമൻ ബീയിങ്സിനെയാണ് ഡീൽ ചെയ്യുന്നത്. മനുഷ്യ സ്വഭാവം എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്, ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നമുക്ക് മാനേജ്മെൻറ്റിനെ നമുക്കൊരു എക്സാക്ട് അല്ലെങ്കിൽ അക്യുറേറ്റ് സയൻസ് ആണെന്ന് പറയാൻ പറ്റില്ല എന്ന് മാത്രം. അല്ലാതെ ഏറെക്കുറെ അതിന് സയൻസിൻ്റെ സ്വഭാവവിശേഷങ്ങളാണുള്ളത്. Then the human behavior is ever changing and unpredictable. എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ദ അപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് വിൽ നോട്ട് ഗിവ് ദ സെയിം റിസൾട്ട് ഓൾവേസ്. എപ്പോഴും ഒരേ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിക്കൊള്ളണം എന്നില്ല. ഈ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ചതിന് വിപരീതമായിട്ട് അത് പ്രവർത്തിച്ചു എന്ന് വരാം. സോ ഇറ്റ് ക്യാൻ ബി ടേംഡ് ആസ് ഇൻഎക്സാക്ട് സയൻസ്. ഇതിനെ ഇൻഎക്സാക്ട് സയൻസ് നമ്മൾ വിളിക്കുന്നു. ദെൻ മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ട്. മാനേജ്മെൻറ്റ് ഒരു ആർട്ടാണോ നമുക്ക് നോക്കാം. ഇതിനാദ്യം ആർട്ട് എന്താണ് എന്നുള്ളത് നോക്കി നോക്കാം. ആർട്ട് ഈസ് ദ അപ്ലിക്കേഷൻ ഓഫ് നോ ഹൗ ആൻഡ് പേഴ്സണൽ സ്കിൽ ഇൻ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ ടു അച്ചീവ് ഡിസൈർഡ് റിസൾട്ട്. ഒരു ആഗ്രഹിക്കുന്ന റിസൾട്ട് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മളുടെ അറിവും നമ്മുടെ പേഴ്സണൽ സ്കില്ലുകളും അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മളെന്ത് പറയുക, ആർട്ടെന്ന് പറയാം. കുറേ നോളജ് ഉണ്ടായിട്ട് കാര്യമില്ല, അത് വേണ്ട സിറ്റുവേഷനിൽ വേണ്ട പോലെ ഉപയോഗിക്കുന്നതിനുള്ള ഒരു കഴിവ്, ആ ഒരു കലയാണ് ശരിക്കും എന്ത് ആർട്ടെന്ന് പറയുന്നത്. ആർട്ട് ഹാസ് സർട്ടൺ ഫീച്ചേഴ്സ്. ആർട്ടിന് ചില പ്രത്യേക ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ അപ്ലിക്കേഷൻ ഓഫ് പേഴ്സണൽ സ്കിൽ ആൻഡ് നോളജ് ടു അച്ചീവ് യൂസ്ഫുൾ റിസൾട്ട്. യൂസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പേഴ്സണൽ സ്കില്ലും നോളജും ഒക്കെ അപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു കഴിവിനെയാണ് നമ്മൾ ആർട്ടെന്ന് പറയുക. ഇറ്റ് ഇൻവോൾവ്സ് എക്വിസിഷൻ ഓഫ് സ്കിൽസ് ആൻഡ് എബിലിറ്റി. സ്കില്ലുകളും എബിലിറ്റിയും ഒക്കെ തന്നെ അക്വയർ ചെയ്യുക, അതൊക്കെ നേടിയെടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതിനകത്ത് പെടുന്ന ഒന്നാണ്. ഇറ്റ് എയിംസ് ടു അച്ചീവ് കോൺക്രീറ്റ് റിസൾട്ട്. വളരെ വ്യക്തമായിട്ടുള്ള ഒരു റിസൾട്ട് അച്ചീവ് ചെയ്യുന്നതിനാണ് ഇത് ലക്ഷ്യമിടുന്നത്. കണ്ടിന്യൂസ് പ്രാക്ടീസ് ഈസ് റിക്വയർഡ് ടു ഗെറ്റ് പെർഫെക്ഷൻ. ആ ഒരു കാര്യത്തിൽ പെർഫെക്ഷൻ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് പ്രാക്ടീസ് വേണം. നമ്മളൊരു ചിത്രം വരയ്ക്കുന്ന ആൾ, ഒരു ഡാൻസ് ചെയ്യുന്ന ആളെന്നൊക്കെ പറയുമ്പം പെട്ടെന്ന് പഠിച്ച ഉടനെ തന്നെ, അല്ലെങ്കിൽ അത് ഇൻബോൺ ടാലൻ്റ് ഉണ്ടെങ്കിൽ പോലും ചെയ്ത ഉടനെ തന്നെ അത് അത്രയും പെർഫെക്റ്റ് ആവണമെന്നില്ല. അതിൽ പിന്നെയും പ്രാക്ടീസ് ചെയ്തിട്ടാണ് അത് നല്ല ഒരു റിസൾട്ടാക്കിയിട്ട് അത് മാറ്റിയെടുക്കുന്നത്. ഇറ്റ് ഈസ് ക്രിയേറ്റീവ്. ദാറ്റ് മീൻസ് ന്യൂ സിറ്റുവേഷൻ ഈസ് ക്രിയേറ്റഡ്. ക്രിയേറ്റീവാണ്. പുതിയ അവസരങ്ങൾ അതിൻ്റെ ചുറ്റുവട്ടത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ആർട്ടിനുണ്ടായിരിക്കും. എ ഡെലിബറേറ്റ് എഫേർട്ട് ഈസ് അണ്ടർടേക്കൻ ടു അക്കംപ്ലിഷ് ദ ഡിസൈർഡ് റിസൾട്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് അക്കംപ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കരുതി കൂട്ടിയിട്ടുള്ള അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രയത്നമാണ് അവിടെ നടക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ആർട്ടിൻ്റെ ഫീച്ചറായിട്ട് പറയുന്നത്. ഓൺ ദി ബേസിസ് ഓഫ് ദി അബോവ് ഫാക്ട്സ് വൺ ക്യാൻ സേ ദ മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട്. ആ കാര്യങ്ങളൊക്കെ വെച്ച് മാനേജ്മെൻറ്റിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ മാനേജ്മെൻറ്റിനെ നമുക്കൊരു ആർട്ടാണെന്ന് പറയാൻ സാധിക്കും. It is the art of getting things done through and with the people. മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷനായിട്ട് നമ്മൾ എപ്പോഴും കാണുന്നൊരു സെൻറ്റൻസാണിത്. ആളുകളുമായിട്ട് ചേർന്ന് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കലയാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കുറച്ച് ആളുകൾ നമ്മുടെ കീഴിൽ അപ്പോയിൻ്റ് ചെയ്ത് നമ്മുടെ കീഴിൽ ജോലി ചെയ്യാൻ കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ല. അവരിലൂടെ അവരുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ അവരെ ഉപയോഗപ്പെടുത്താനുള്ളൊരു കഴിവ് ഉണ്ടാവേണ്ടതുണ്ട്. ഒരു മാനേജർക്ക് അങ്ങനെ സാധിക്കുമ്പോൾ മാത്രമാണ് അവിടെ ഒരു ഓർഗനൈസേഷനോ മറ്റോ സക്സസ് കൊണ്ടുവരാൻ സാധിക്കുക. എല്ലാവർക്കും ഒരുപോലെ ആളുകളെ കൈകാര്യം ചെയ്യാൻ കഴിയാറില്ല, അല്ലേ? അപ്പം ആളുകളെ ആ ഒരു രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള ഒരു കഴിവ്, ഒരു കല ഒരു മാനേജർക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ ഒരു കലയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ it involves the application of management concepts and principles in solving problems in a specific situation. ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ള ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും ഒക്കെ അപ്ലൈ ചെയ്യലാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഒരുപാട് മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ്സ് ഉണ്ട്, പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിൽ ഏതാണ് ഈ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യാൻ ആപ്റ്റ് ആവുക എന്നുള്ളത് വളരെ ക്വിക്കായിട്ട് ഡിസൈഡ് ചെയ്യാനും മറ്റുമൊക്കെ ഒരു മാനേജർക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാതെ പഠിച്ചതെല്ലാം കൂടെ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ അത് സ്യൂട്ട് ആവണമെന്നില്ല. അപ്പോൾ അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റിനകത്ത് വരുന്നത്. ഫോർ ദിസ് പർപ്പസ് ദ സ്കിൽ ആൻഡ് എഫേർട്ട് ഓഫ് ദി മാനേജർ ആർ യൂട്ടിലൈസ്ഡ്. അതിന് എന്ത് വേണം, അത് ഭംഗിയായിട്ട് അവിടെ നടപ്പിലാക്കണമെങ്കിൽ മാനേജറുടെ കഴിവും അധ്വാനവും ഒക്കെ അവിടെ ആവശ്യമുണ്ട്.
അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് നമുക്കൊരു കലയാണെന്ന് പറയാം. പഠിച്ചത് എന്തെങ്കിലും അതുപോലെ അപ്ലൈ ചെയ്യൽ മാത്രമല്ല മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഈസ് അപ്ലൈ ടു അച്ചീവ് കോൺക്രീറ്റ് റിസൾട്ട്. നമ്മൾ ആർട്ടിൻ്റെ ഒരു ഫീച്ചറായിട്ട് പറഞ്ഞതാണ് കോൺക്രീറ്റ് റിസൾട്ട് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, വളരെ കൃത്യമായിട്ടുള്ളൊരു റിസൾട്ട് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ദ സ്കിൽസ് ഓഫ് ദി മാനേജർ ക്യാൻ ബി ഇംപ്രൂവ്ഡ് ത്രൂ കണ്ടിന്യൂസ് പ്രാക്ടീസ്. ആദ്യമായിട്ടൊരു മാനേജറായിട്ട് കയറുന്ന ആൾ വേണ്ടത്ര ചിലപ്പോൾ സക്സസ്ഫുൾ ആവണമെന്നില്ല, അല്ലെങ്കിൽ MBA എടുത്തു എന്ന് വിചാരിച്ച ഒരാൾ സക്സസ്ഫുൾ ആവണമെന്നില്ല. അയാളുടെ അനുഭവത്തിലൂടെ പരിചയത്തിലൂടെയാണ് അയാൾ നല്ലൊരു മാനേജറായി മാറുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് പ്രാക്ടീസിലൂടെയാണ് മാനേജേഴ്സ് എന്ത് ചെയ്യുന്നത്, ഇമ്പ്രൂവ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ഒരു ആർട്ടും അല്ല, അത് പ്രാക്ടീസിനനുസരിച്ച് അത് മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പാർട്ട് ഫ്രം ദിസ് മാനേജ്മെൻറ്റ് ഈസ് ക്രിയേറ്റീവ്. ഇതിനൊക്കെ പുറമെ മാനേജ്മെൻറ്റ് എന്താണ്, ക്രിയേറ്റീവാണ്. ആർട്ട് നമ്മൾ ക്രിയേറ്റീവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് പ്രൊഡ്യൂസസ് ന്യൂ സിറ്റുവേഷൻ ഫോർ ഫർദർ ഇമ്പ്രൂവ്മെൻറ്റ്. അത് മാനേജ്മെൻറ്റിൻ്റെ ആണെങ്കിലും പീപ്പിളിൻ്റെ ആളുകളുടെ ആണെങ്കിലും ഓർഗനൈസേഷൻ്റെ ഒക്കെ ആണെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് പുതിയ 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 അവസരങ്ങൾ അത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇൻ ഷോർട്ട്, ഓൾ ആട്രിബ്യൂട്ട്സ് ഓഫ് ആർട്ട് ഈസ് റിക്വയർഡ് ടു ബിക്കം എ സക്സസ്ഫുൾ മാനേജർ. ചുരുക്കത്തിൽ നമ്മൾ ഈ പറഞ്ഞ ആർട്ടിൻ്റെ ഒരു ഫീച്ചറായിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആർക്ക് ഉണ്ടാവേണ്ടതുണ്ട്, ഒരു മാനേജർക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പം മാത്രമേ അയാളൊരു സക്സസ്ഫുൾ മാനേജർ ആവുകയുള്ളൂ. കുറേ അറിവുള്ളത് കൊണ്ട് മാത്രം ഒരാൾക്കൊരു സിറ്റുവേഷൻ ഡീൽ ചെയ്യാൻ പറ്റണമെന്നില്ല, ആളുകൾ ഡീൽ ചെയ്യാൻ പറ്റണമെന്നില്ല. ഈ പറയുന്ന രീതിയിൽ അത് വേണ്ട രീതിയിൽ അപ്ലൈ ചെയ്യാൻ കഴിയുമ്പോൾ മാത്രമാണ് അയാൾക്ക് അവിടെ സക്സസ്ഫുൾ ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നത്. അത് ഒരു പ്രത്യേക കലയാണ്, കഴിവാണ്. ദെൻ മാനേജ്മെൻറ്റ് സയൻസ് ആൻഡ് ആർട്ട്. മാനേജ്മെൻറ്റ് സയൻസും ആണ് ആർട്ടും ആണ്, രണ്ടും കൂടെ മിക്സ്ഡ് ആണ് എന്ന് പറയുന്ന ഒരു വ്യൂ പോയിൻ്റ് നിലവിലുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഫ്രം ദി അബവ് ഡിസ്കഷൻസ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് management consists both the element of art and science. From the above discussions, it is clear that management consists both the element of art and science. ഇപ്പോൾ മേൽ പറഞ്ഞതിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ആർട്ട് മാത്രമല്ല സയൻസ് മാത്രമല്ല, രണ്ടും കൂടെ ചേർന്നാണ് അല്ലേ. മാനേജ്മെൻറ്റ് യൂസസ് ദ സയൻറ്റിഫിക് നോളജ് ആൻഡ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് നോളജ് ഫോർ അച്ചീവിങ് ദ ഡിസൈർഡ് റിസൾട്ട്സ്. മാനേജ്മെൻറ്റിനകത്ത് സയൻറ്റിഫിക് ആയിട്ടുള്ള നോളജ് യൂസ് ചെയ്യുന്നുണ്ട്, ആൻഡ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് നോളജ് ഫോർ അച്ചീവിങ് ദ ഡിസൈർഡ് റിസൾട്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു റിസൾട്ട് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു അറിവിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള അപ്ലിക്കേഷനും കൂടെ വരുന്നുണ്ട്. ദ അമേരിക്കൻ സൊസൈറ്റി ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഹാസ് റൈറ്റ്ലി സെഡ് ദാറ്റ്. അമേരിക്കൻ സൊസൈറ്റി ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് കൃത്യമായിട്ട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് പ്രിപ്പയറിംഗ്, ഓർഗനൈസിങ് ആൻഡ് ഡയറക്റ്റിംഗ് ഹ്യൂമൻ എഫേർട്ട്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മാനുഷിക പ്രയത്നങ്ങളെ പ്രിപ്പയർ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുന്ന ഒരു കലയും സയൻസുമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അപ്ലൈ ടു കൺട്രോൾ ദ പ്രൈസസ് ആൻഡ് യൂട്ടിലൈസ് ദ മെറ്റീരിയൽസ് ഓഫ് നേച്ചർ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് മാൻ. മനുഷ്യരുടെ ഗുണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് മെറ്റീരിയൽസ് ഒക്കെ തന്നെ ഉപയോഗിക്കുന്നിടത്ത്, അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കൺട്രോൾ ചെയ്യുന്നിടത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാനുഷിക പ്രയത്നങ്ങൾ ഈ പറയുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യും, ഓർഗനൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കലയും സയൻസും ഒക്കെയാണ് മാനേജ്മെൻറ്റ് എന്നാണ് അമേരിക്കൻ സൊസൈറ്റി ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് പറയുന്നത്. അപ്പോൾ ഇൻ ഷോർട്ട്, ചുരുക്കത്തിൽ മാനേജ്മെൻറ്റ് ഈസ് സയൻസ് ബിക്കോസ് ഇറ്റ് ഹാസ് സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ്. അതിൻ്റെ സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉള്ളതുകൊണ്ട് നമുക്ക് അതിന് സയൻസ് എന്ന് പറയാം. ഇറ്റ് ഈസ് ആൻ ആർട്ട് ബിക്കോസ് അപ്ലിക്കേഷൻ ഓഫ് സ്കിൽസ് ആൻഡ് നോളജ് ആർ റിക്വയർഡ് ടു ഒബ്റ്റെയിൻ കോൺക്രീറ്റ് റിസൾട്ട്. ഒരു കോൺക്രീറ്റ് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ബോഡി ഓഫ് നോളജ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, അതിന് വേണ്ട രീതിയിൽ അപ്ലൈ ചെയ്യാനുള്ള സ്കില്ലും നോളജും വേണം. അപ്പോൾ ആ നിലക്ക് അതൊരു ആർട്ടും കൂടെയാണ്. ദെർഫോർ സയൻസ് ആൻഡ് ആർട്ട് ആർ കോംപ്ലിമെൻ്ററി ആൻഡ് ഇൻ്റർ റിലേറ്റഡ്. അപ്പോൾ ചുരുക്കത്തിൽ സയൻസും ആർട്ടും എന്താണ്, പരസ്പര പൂരകങ്ങളാണ്, പരസ്പര ബന്ധമുള്ള ഒന്നാണ്. സോ മാനേജ്മെൻറ്റ് തന്നെയാണ് ഈസ് എ സയൻസ് ആൻഡ് ആർട്ട്. മാനേജ്മെൻറ്റ് സയൻസും ആണ് ആർട്ടും ആണ്. ദെൻ മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ. മാനേജ്മെൻറ്റ് പ്രൊഫഷൻ ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കാനുള്ളത്. ഇതുവരേക്ക് സോൾവ് ചെയ്യപ്പെടാതെ കിടക്കുന്ന ഒരു ഇഷ്യൂ ആണ് മാനേജ്മെൻറ്റ് സയൻസ് ആണോ പ്രൊഫഷൻ ആണോ അല്ലയോ എന്നുള്ളത്. ഇറ്റ് ഈസ് ആൻ അൺറിസോൾവ്ഡ് ഇഷ്യൂ. എ പ്രൊഫഷൻ പൊസസസ് സർട്ടൺ ആട്രിബ്യൂട്ട്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു പ്രൊഫഷന് ഏതാനും ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം, അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. അതിനുശേഷം ആ പറയുന്ന ഫീച്ചേഴ്സ് മാനേജ്മെൻറ്റിനകത്ത് വരുന്നുണ്ടോ നോക്കാം. അങ്ങനെ നമുക്ക് മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് ഒരു പ്രൊഫഷൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്?
ദർ മസ്റ്റ് ബി ആൻ ഓർഗനൈസ്ഡ് ആൻഡ് സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്. വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ബോഡി ഓഫ് നോളജ്, അറിവിൻ്റെ ശേഖരം, അതുപോലെ പ്രിൻസിപ്പിൾസ്, ടെക്നിക്സ് എല്ലാം ഇതിനകത്തുണ്ട്, ഒരു പ്രൊഫഷനകത്തുണ്ട്. എന്താണ് ഒരു പെർട്ടിക്കുലർ പ്രൊഫഷന് വേണ്ടത്, അതെന്താ, എന്തൊക്കെ നോളജാണ് അതിനകത്ത് വേണ്ടതെന്ന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദർ മസ്റ്റ് ബി എ കോൺഷ്യസ് അക്വിസിഷൻ ഓഫ് നോളജ് ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. എഡ്യൂക്കേഷനിലൂടെയും ട്രെയിനിങ്ങിലൂടെയും അറിവിൻ്റെ ബോധപൂർവമുള്ളൊരു അക്വസിഷൻ, നേടൽ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരാൾ ഡോക്ടറാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് VPS പോലത്തെ ഡിഗ്രി എടുത്ത് അതിന് വേണ്ട ട്രെയിനിങ് ഒക്കെ ചെയ്ത് അതിലൂടെ കൃത്യമായിട്ടുള്ള നോളജ് അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ നേടിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരം പ്രൊഫഷനിലെല്ലാം തന്നെ ഒരു കോൺഷ്യസ് അക്വസിഷൻ ഓഫ് നോളജ് അടങ്ങിയിട്ടുണ്ട്. എൻട്രി ഇൻ എ പ്രൊഫഷൻ ഈസ് റെസ്ട്രിക്റ്റഡ് ബൈ ദി സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആൻ അസോസിയേഷൻ ഓഫ് ദാറ്റ് പ്രൊഫഷൻ. ഏതൊരു പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു അസോസിയേഷൻ ഉണ്ട്. അവർ ഓരോരുത്തരും സെറ്റ് ചെയ്തുള്ള കുറേ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ ഒരു സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു പ്രൊഫഷനിൽ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ സ്റ്റാൻഡേർഡ് വെച്ച് അതിലേക്കുള്ള എൻട്രൻസ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കും കയറിയിട്ട് ഡോക്ടറാകാൻ പറ്റില്ല. അവർ പറഞ്ഞിരിക്കുന്ന ഡിഗ്രിയും കാര്യവും കംപ്ലീറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. IMA പോലത്തെ അസോസിയേഷനുകൾ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് പാലിച്ചിട്ടുണ്ടായിരിക്കണം ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, അതുപോലെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ, ഇവരൊക്കെ പറയുന്നത് അനുസരിച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത ഒരാൾക്ക് മാത്രമേ അഡ്വക്കേറ്റായിട്ടും ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ടും ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഒരു റെസ്ട്രിക്ഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട്. There must be an organization to regulate the behavior of the members of the profession. ഒരു പെർട്ടിക്കുലർ പ്രൊഫഷനിലെ മെമ്പേഴ്സിൻ്റെ ബിഹേവിയറിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കും. ഇപ്പം ICAI പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസിന് വേണ്ടിയുള്ളതാണ്. അതുപോലെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അഡ്വക്കേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം, ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ തുടങ്ങിയ ഓരോരോ ഓർഗനൈസേഷൻസ് അവരെ കൺട്രോൾ ആൻഡ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കും. പ്രിവാലൻസ് ഓഫ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ടു ഗൈഡ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി പ്രൊഫഷൻ. ആ ഒരു പ്രൊഫഷനിലെ മെമ്പേഴ്സിൻ്റെ പ്രവർത്തനങ്ങളെ ഗൈഡ് ചെയ്യുന്നതിന്, നയിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഏതാനും എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ കോഡ് ഓഫ് കണ്ടക്റ്റ്, പെരുമാറ്റ സംഹിതകൾ, ഏതാനും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിലവിലുണ്ടായിരിക്കും. അതനുസരിച്ച് മാത്രമേ ഒരു പ്രൊഫഷനിൽ മെമ്പറായിട്ടുള്ള ഒരാൾക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. സർവീസസ് ടു ദ സൊസൈറ്റി ഷുഡ് റിസീവ് പ്രയോറിറ്റി ഓവർ ദി ഇക്കണോമിക് കൺസിഡറേഷൻ. സാമ്പത്തിക നേട്ടത്തേക്കാൾ മുൻഗണന സൊസൈറ്റിയെ സെർവ് ചെയ്യുക എന്നുള്ള കാര്യത്തിലാണ്. ഇറ്റ് ഷുഡ് ഹാവ് ഇനഫ് മെമ്പർഷിപ്പ് ടു സെർവ് ദ സൊസൈറ്റി ഇഫക്റ്റീവ്ലി. സമൂഹത്തെ ഫലപ്രദമായി സേവിക്കാൻ അതിനാവശ്യമായ അംഗത്വം ഉണ്ടായിരിക്കണം. ഇത്രയാണ് നമുക്കൊരു പ്രൊഫഷൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയാനുള്ളത്. നൗ ലെറ്റ് us വെരിഫൈ വെദർ ദ മാനേജ്മെൻറ്റ് സാറ്റിസ്ഫൈസ് ഓൾ ദി ഫീച്ചേഴ്സ് റിലേറ്റഡ് വിത്ത് പ്രൊഫഷൻ. പ്രൊഫഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഫീച്ചേഴ്സും മാനേജ്മെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്കിപ്പോൾ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ദ എക്സിസ്റ്റൻസ് ഓഫ് ബോഡി ഓഫ് നോളജ് ഓർ ടെക്നിക്. ബോഡി ഓഫ് നോളജ് ആൻഡ് ടെക്നിക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. Management has been developed a distinct body of knowledge over the last 5 to 6 decades. കഴിഞ്ഞ 5-6 ദശകങ്ങളായിട്ട് മാനേജ്മെൻറ്റ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ബോഡി ഓഫ് നോളജ്, അതിൻ്റേതായ ഒരു ബോഡി ഓഫ് നോളജ് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ദ ബോഡി ഓഫ് നോളജ് ഈസ് enlarged and enriched from the experience of successful managers as well as from the research finding of the sociologists and scientists in related areas. ബോഡി ഓഫ് നോളജ് എൻലാർജ് ചെയ്യുന്നത്, വലുതാകുന്നത്, എൻറിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫ്രം ദി എക്സ്പീരിയൻസ് ഓഫ് സക്സസ്ഫുൾ മാനേജേഴ്സ്, വിജയിച്ചിട്ടുള്ള മാനേജേഴ്സിൻ്റെ അനുഭവ സമ്പത്തുകളിൽ നിന്ന്, അതുപോലെ തന്നെ ഫ്രം ദി റിസർച്ച് ഫൈൻഡിങ്സ് ഓഫ് സോഷ്യോളജിസ്റ്റ്, മനുഷ്യരാണ് ഇതിനകത്ത് ഡീൽ ചെയ്യപ്പെടുന്നത്, അല്ലെ ഒരു ഗ്രൂപ്പാണ് ഇതിനകത്ത് ഡീൽ ചെയ്യപ്പെടുന്നത്, അതുകൊണ്ട് തന്നെ സോഷ്യോളജിസ്റ്റിൻ്റെ റിസർച്ച് ഫൈൻഡിങ്സിൽ നിന്ന്, ആൻഡ് സയൻറ്റിസ്റ്റ്, ഈ ഒരു മേഖലകളിലുള്ള സയൻറ്റിസ്റ്റിൻ്റെ കണ്ടുപിടുത്തങ്ങളിൽ നിന്നൊക്കെയാണ് ഈ ഒരു ബോഡി ഓഫ് നോളജ് വളർന്നുകൊണ്ടിരിക്കുന്നതും അത് എൻറിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതും. Thus, management satisfies the requirement of a profession in the form of existence of body of knowledge. നമ്മൾ പ്രൊഫഷൻ്റെ ഒരു ഫസ്റ്റ് ഫീച്ചറായിട്ട് പറഞ്ഞത് ഒരു ബോഡി ഓഫ് നോളജ് ഉണ്ടായിരിക്കും, വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ബോഡി ഓഫ് നോളജ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം ആരുടെ കേസിൽ സാറ്റിസ്ഫൈഡ് ആണ്? മാനേജ്മെൻറ്റിൻ്റെ കേസസിൽ പിന്നെ നിലവിലുണ്ട്, അത് പൂർത്തീകരിക്കുന്നുണ്ട്. മെനി യൂണിവേഴ്സിറ്റീസ് ആൻഡ് മാനേജ്മെൻറ്റ് അസോസിയേഷൻസ് ആർ കണ്ടക്ടിങ് മാനേജ്മെൻറ്റ് കോഴ്സസ്. ഒരുപാട് യൂണിവേഴ്സിറ്റികളും മാനേജ്മെൻറ്റ് അസോസിയേഷനുകളൊക്കെ മാനേജ്മെൻറ്റ് കോഴ്സുകളൊക്കെ തന്നെ നടത്തുന്നുണ്ട്. MBA അങ്ങനെയുള്ള ഡിഗ്രികളൊക്കെ ഇതിൻ്റെ ബേസിൽ വരുന്നതാണ്. അപ്പോൾ ആ നിലക്ക് മാനേജ്മെൻറ്റ് എന്താണ്? ഒരു പ്രൊഫഷനാണെന്ന് നമുക്ക് പറയാം. എക്വിസിഷൻ ഓഫ് നോളജ്, ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസ്.
പ്രൊഫഷൻ്റെ രണ്ടാമതൊരു ഫീച്ചറായിട്ട് പറഞ്ഞ കാര്യമാണിത്. നമ്മൾ അതിനകത്തുണ്ടോയെന്ന് നോക്കാം. ആൻ ഇൻഡിവിജ്വൽ ഹാസ് ടു മാസ്റ്റർ ദ സ്കിൽസ് റെലവൻറ്റ് ടു ഹിസ് ഏരിയ ഓഫ് സ്പെഷ്യലൈസേഷൻ ടു ബിക്കം എ ഗുഡ് പ്രൊഫഷണൽ. ദാറ്റ് മീൻസ് ഹി ഷുഡ് അക്വയർ പ്രൊഫഷൻസി ത്രൂ ഫോർമൽ ട്രെയിനിങ്. അപ്പോൾ ഫോർമൽ ട്രെയിനിങ് നേടേണ്ടത് അത്യാവശ്യമാണ്. ഫോർമൽ ട്രെയിനിങ്ങിലൂടെ മാത്രമേ ഒരു നല്ലൊരു പ്രൊഫഷണലായി മാറാൻ ഒരാൾക്ക് സാധിക്കുകയുള്ളൂ. അയാളുടെ സ്പെഷ്യലൈസേഷൻ ഏരിയ ഏതാണോ ആ ഏരിയയിലുള്ള സ്കില്ലിൽ മാസ്റ്റർ ആയാൻ അയാൾക്ക് സാധിക്കുകയുള്ളൂ. There are specialized institutions providing training in management and offering certificates, diploma and postgraduate courses. ഒരുപാട് സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്. അവർ മാനേജ്മെൻറ്റിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. സർട്ടിഫിക്കറ്റ്സ്, ഡിപ്ലോമ, പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. The entry to the managerial cadre in an organization is not limited to management graduates only. പക്ഷേ ഒരു ഓർഗനൈസേഷനിൽ ഒരു മാനേജ്മെൻറ്റ് തസ്തികയിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഗ്രാജുവേറ്റ്സിന് മാത്രമായി ലിമിറ്റ് ചെയ്തിട്ടില്ല, റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല. ഒരു പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം നമ്മളെന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ കുറേ സ്റ്റാൻഡേർഡ് വെച്ച് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന അത് ഒരു ഡോക്ടറായിട്ടുള്ള ഡിഗ്രി എടുത്ത ഒരാൾക്ക് മാത്രമാണ്. അല്ലാത്ത ഒരാൾക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞു വെച്ചിട്ടും ഒരാൾക്ക് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. മാനേജ്മെൻറ്റ് ഗ്രാജുവേറ്റ്സ് അല്ലാത്തവരും ആ ഒരു പോസ്റ്റിലേക്ക് വരാറുണ്ട്. സോ മാനേജ്മെൻറ്റ് കനോട്ട് ബി റിഗാർഡ് ആസ് എ പ്രൊഫഷൻ. അപ്പോൾ ആ നിലക്ക് മാനേജ്മെൻറ്റ് എന്തല്ല, ഒരു പ്രൊഫഷൻ അല്ല എന്ന് നമുക്ക് പറയാം. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പ്രൊഫഷണൽ അസോസിയേഷൻ. പ്രൊഫഷണൽ അസോസിയേഷൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അതിവിടെ ഉണ്ടോ നോക്കാം. ഇറ്റ് ഈസ് അനദർ ക്രൈറ്റീരിയ. ഒരു പ്രൊഫഷൻ്റെ മറ്റൊരു ക്രൈറ്റീരിയയാണിത്. ദർ ഷുഡ് ബി എ റെപ്രസെൻറ്റേറ്റീവ് ഓർഗനൈസേഷൻ ഓർ പ്രൊഫഷണൽ അസോസിയേഷൻ ടു റെഗുലേറ്റ് ആൻഡ് ഡെവലപ്പ് ദ പ്രൊഫഷണൽ ആക്ടിവിറ്റീസ്. പ്രൊഫഷണൽ ആക്ടിവിറ്റീസ് റെഗുലേറ്റ് ചെയ്യുന്നതിന്, ഡെവലപ്പ് ചെയ്യുന്നതിനൊക്കെ ഒരു പ്രൊഫഷണൽ അസോസിയേഷൻ വേണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ അസോസിയേഷൻ ഷുഡ് ഡെവലപ്പ് ദ ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ് ഫോർ ദി ഇൻഡിവിജ്വൽസ് ടു എൻ്റർ ദ പ്രൊഫഷൻ. ആ ഒരു പ്രൊഫഷനിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു വ്യക്തിക്ക് വേണ്ട സ്റ്റാൻഡേർഡ് എന്തൊക്കെയാണ്, ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് പറയുന്നതൊക്കെ ഈ അസോസിയേഷനുകളാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെയാണ്, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന് വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു അസോസിയേഷൻ അവിടെ ഉണ്ട്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഫോർ ലീഗൽ പ്രാക്ടീഷണേഴ്സിനുണ്ട്. ദേ ആർ ദ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഫോർ റെഗുലേറ്റിംഗ് ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു ദർ ഫീൽഡ്. ഈ ഫീൽഡിലുള്ളവരുടെ ആക്ടിവിറ്റീസ് റെഗുലേറ്റ് ചെയ്യാനുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡീസാണ് ഇവയ്ക്ക്. ഇൻ ദ ഫീൽഡ് ഓഫ് മാനേജ്മെൻറ്റ് ദർ ആർ അസോസിയേഷൻ. മാനേജ്മെൻറ്റിൻ്റെ കേസസിലും എന്തുണ്ട്, അസോസിയേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഓൾ ഇന്ത്യ മാനേജ്മെൻറ്റ് അസോസിയേഷൻ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റാറ്റ്യൂട്ടറി അസോസിയേഷൻ. ഒരു സ്റ്റാറ്റ്യൂട്ടറി അസോസിയേഷൻ അല്ല ഇത്. സോ മെമ്പർഷിപ്പ് ഓഫ് ദിസ് അസോസിയേഷൻ ഈസ് നോട്ട് കമ്പൽസറി കണ്ടീഷൻ ടു ബിക്കം എ മാനേജർ. ഒരു മാനേജർ ആവണമെന്നുണ്ടെങ്കിൽ ഈ അസോസിയേഷനിൽ മെമ്പർ ആവണം യാതൊരു നിർബന്ധമില്ല. പക്ഷേ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചും ലീഗൽ പ്രാക്ടീഷണേഴ്സിനെ സംബന്ധിച്ചൊക്കെ ആ ഒരു അസോസിയേഷനുകളിൽ മെമ്പർഷിപ്പ് എടുക്കൽ നിർബന്ധമാണ്. ഫ്രം ദിസ് പോയിന്റ് ഓഫ് വ്യൂ മാനേജ്മെൻറ്റ് കനോട്ട് ബി ടേംഡ് ആസ് എ ട്രൂ പ്രൊഫഷൻ. അപ്പോൾ ആ ഒരു നിലക്ക് മാനേജ്മെൻറ്റ് എന്തല്ല, ഒരു യഥാർത്ഥ പ്രൊഫഷൻ നമുക്ക് പറയാൻ പറ്റില്ല. അസോസിയേഷനൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും സ്റ്റാറ്റ്യൂട്ടറി അല്ലാത്തതുകൊണ്ട് നമുക്കത് പ്രൊഫഷനാണെന്ന് പറയാൻ പറ്റില്ല. ഫോർമേഷൻ ഓഫ് എത്തിക്കൽ കോഡ്സ്. എത്തിക്കൽ കോഡ്സ് ഉണ്ടോ എന്ന് നോക്കാം. സം എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ആർ പ്രിസ്ക്രൈബ് ടു എവറി ഇൻഡിവിജ്വൽ പ്രൊഫഷണൽ. ഒരു പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം എത്തിക്കൽ സ്റ്റാൻഡേർഡ് വേണം, ഒരു പെരുമാറ്റ സംഹിത ഉണ്ടായിരിക്കും നമ്മൾ പറഞ്ഞു. ഇറ്റ് ഇൻക്ലൂഡ്സ് നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ഡിസിപ്ലിൻ. ഒരു അച്ചടക്കത്തിൻ്റെ, ഹോണസ്റ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി, ഈ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ തന്നെ കുറേ നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. അതായത് എങ്ങനെ പെരുമാറണം, എവിടെയൊക്കെ പെരുമാറണം, ഏതെല്ലാം അറ്റം വരെയൊക്കെ പോവാം ഒരു കാര്യത്തിന്, തുടങ്ങി കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അതിനകത്ത് വരുന്നത്. കുറേ നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആണുള്ളത്. അസോസിയേഷൻ ഷുഡ് എൻഫോഴ്സ് പേഴ്സൺസ് ടു ഫോളോ എത്തിക്സ്. അസോസിയേഷനുകൾ ഈ എത്തിക്സ് ഫോളോ ചെയ്യുന്നതിന് വേണ്ടി അതിലെ മെമ്പേഴ്സിനെ നിർബന്ധിക്കേണ്ടതാണ്. In management also code of conduct has been formulated to suggest the behavioral pattern of managers. മാനേജേഴ്സിൻ്റെ പെരുമാറ്റ രീതി, പെരുമാറ്റച്ചട്ടം എങ്ങനെയായിരിക്കണം എന്ന് സജസ്റ്റ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഏതാനും കോഡ് ഓഫ് കണ്ടക്റ്റ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജേഴ്സ് ടുവേർഡ്സ് എ സൊസൈറ്റി, അല്ലേ, മാനേജേഴ്സിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അവർക്ക് സമൂഹത്തോട് പ്രതിബദ്ധത ഉണ്ടായിരിക്കണം, അത് പുലർത്തിയിരിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ നോട്ട് ടു ഡിസ്ക്ലോസ് ബിസിനസ് സീക്രട്ട്, ബിസിനസ് രഹസ്യങ്ങൾ പിന്നെ വെളിപ്പെടുത്താൻ പാടില്ല, തുടങ്ങിയ കുറേ കാര്യങ്ങൾ. എന്നിരുന്നാലും ദർ ഇസ് നോ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് കോഡ് ഓഫ് കണ്ടക്ട് ടു മാനേജേഴ്സ് ത്രൂ ഔട്ട് ദി വേൾഡ്. എന്നാലും ഒന്നാകെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള, യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ലോകത്ത് മാനേജേഴ്സിന് വേണ്ടിയിട്ടില്ല. അപ്പം അങ്ങനെ നോക്കുമ്പം നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ പ്രൊഫഷനാണെന്ന് പറയാൻ പറ്റില്ല. സർവീസ് മോട്ടോ. എ പ്രൊഫഷൻ മസ്റ്റ് ഓപ്പറേറ്റ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ദി സൊസൈറ്റി.
ഒരു പ്രൊഫഷണൽ എന്ത് ചെയ്തിരിക്കണം, സൊസൈറ്റിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കണം. ദേ ഷുഡ് കീപ് സോഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ദർ മൈൻഡ് വൈൽ ചാർജിങ് ഫീസ് ഫോർ പ്രൊഫഷണൽ സർവീസ്. അവരുടെ കൊടുക്കുന്ന ആ ഒരു പ്രൊഫഷണൽ സർവീസിന് ഫീസ് ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു സോഷ്യൽ ഇൻട്രസ്റ്റ് അവരുടെ മനസ്സിൽ അവർ കീപ്പ് ചെയ്തിട്ടുണ്ടാവണം. ദിസ് ഈസ് ട്രൂ ഇൻ ദ കേസ് ഓഫ് മാനേജ്മെൻറ്റ് ഓൾസോ. ഇത് മാനേജ്മെൻറ്റിൻ്റെ കേസിലും ഇത് ശരിയാണ്. മാനേജ്മെൻറ്റ് ഷുഡ് ഹാവ് എ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടു സൊസൈറ്റി. ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെങ്കിൽ കൂടിയും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു കാര്യം മാനേജ്മെൻറ്റ് എപ്പോഴും കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഹി മസ്റ്റ് ട്രൈ ടു ക്യാറ്റർ ദ നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി. അവനെപ്പോഴും സമൂഹത്തിൻ്റെ താല്പര്യങ്ങളും ആവശ്യങ്ങളും പൂർത്തീകരിക്കുന്ന രീതിയിൽ വേണം പ്രവർത്തിക്കാൻ, അതിനുവേണ്ടി ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ മാനേജ്മെൻറ്റ് നമുക്കൊരു പ്രൊഫഷനാണെന്ന് പറയാം. പേഴ്സണൽ ക്വാളിറ്റീസ് വേണം അല്ലേ? എന്തെല്ലാം പേഴ്സണൽ ക്വാളിറ്റീസാണ് പറയുന്നത്? എ പ്രൊഫഷണൽ മസ്റ്റ് പോസസ് സർട്ടൺ പേഴ്സണൽ ക്വാളിറ്റീസ് സച്ച് ആസ് മെച്യൂരിറ്റി, സോഫിസ്റ്റിക്കേഷൻ, പേഷ്യൻസ് ആൻഡ് അനാലിറ്റിക്കൽ എബിലിറ്റി. അപ്പോൾ ഒരു പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പക്വതയുണ്ടായിരിക്കണം, സോഫിസ്റ്റിക്കേഷൻ ഇല്ല, ന്യൂ ടെക്നോളജീസുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നല്ല നോളജ് ഉണ്ടായിരിക്കണം, ക്ഷമയുണ്ടായിരിക്കണം, അനാലിറ്റിക്കൽ എബിലിറ്റി, കാര്യങ്ങൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കാനുള്ള ശേഷിയൊക്കെ ഉണ്ടായിരിക്കണം. ദിസ് ഈസ് ട്രൂ ഇൻ ദ കേസ് ഓഫ് മാനേജ്മെൻറ്റ് ഓൾസോ. മാനേജ്മെൻറ്റ് കേസിലും ഇത് ട്രൂ. ദ എബോവ് ഡിസ്കഷൻ, ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുമ്പം ദ എബോവ് ഡിസ്കഷൻ റിവീൽസ് ദാറ്റ് മാനേജ്മെൻറ്റ് ഈസ് നോട്ട് ഫുൾഫില്ലിങ് ഓൾ റെലവൻറ്റ് കണ്ടീഷൻസ് വിച്ച് ആർ റിക്വയർഡ് ഫോർ എ പ്രൊഫഷൻ. ഒരു പ്രൊഫഷന് വേണ്ട എല്ലാ കണ്ടീഷൻസും മാനേജ്മെൻറ്റ് ഫുൾഫിൽ ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് നോക്കിയാൽ അറിയാം. സോ വി കനോട്ട് ഫുള്ളി റെക്കഗ്നൈസ്ഡ് ഇറ്റ് ആസ് എ പ്രൊഫഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഒരു പ്രൊഫഷനായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ മോഡേൺ മാനേജ്മെൻറ്റ് ഈസ് റാപ്പിഡ്ലി മൂവിങ് ഇൻ ദിസ് ഡയറക്ഷൻ. ഇപ്പോൾ ആധുനിക മാനേജ്മെൻറ്റ് വളരെ വേഗത്തിൽ ആ ഒരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയാം. എന്തിൻ്റെയൊക്കെ ബേസിസിൽ അത് പറയാൻ പറ്റുന്നത്? ബിക്കോസ് ദർ ഈസ് എ വെൽ ഡിഫൈൻഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ്. വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടീച്ച് ഇറ്റ്. അവിടെ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ഉണ്ട്. വിവിധ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറ്റ് ഹാസ് പ്രിൻസിപ്പിൾസ്, ടെക്നിക്സ് ആൻഡ് സ്കിൽസ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്. ദസ് ദർ ഈസ് എ നീഡ് ഫോർ ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. പ്രിൻസിപ്പിൾസും ടെക്നിക്സും സ്കിൽസും ഒക്കെ ഇതിനകത്ത് വരുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു ഫോർമൽ എഡ്യൂക്കേഷനും ട്രെയിനിങ്ങിൻ്റെ ഒക്കെ ആവശ്യകതയുണ്ട്. മോഡേൺ മാനേജ്മെൻറ്റ് ഈസ് ആ വേ ടു ലുക്ക് ആഫ്റ്റർ ദി ഇൻട്രസ്റ്റ് ഓഫ് ദി പബ്ലിക്. പൊതുജന താല്പര്യം നോക്കണം എന്നുള്ള കാര്യത്തിൽ ആധുനിക മാനേജ്മെൻറ്റ് ബോധവാന്മാരാണ്. ഇത് ഫോളോസ് എ സയൻറ്റിഫിക് അപ്രോച്ച് ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ റാപ്പിഡ്ലി മാനേജ്മെൻറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രൊഫഷൻ എന്നുള്ള ലെവലിലേക്ക് നമുക്ക് പറയാം. ഇത്രയാണ് നമുക്ക് ഈ വീഡിയോക്കകത്ത് പറയാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കതിൻ്റെ ഇമ്പോർട്ടൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.